വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ആരാ മാമേച്ചി? ആരെന്നറിയില്ല. ആ കുട്ടി ഗർഭിണിയായിരുന്നു. ആ കുട്ടി എന്തിനാ വീട്ടിലേക്ക് കയറാതെ മാറി നിന്നെന്നാ മനസ്സിലാവാത്ത. അല്ല, ബാനുവിന്റെ കൂടെ വീട്ടിൽ വന്ന കുട്ടിയാണോ കൂടെ പഠിക്കുന്നെന്ന് ബാനു പറഞ്ഞത്? അതെ. ആ രോഷന, ഞാൻ ബാനുവിന്റെ ബ്രദറാണ്. ബാനു വിളിച്ചിരുന്നോ? ഇല്ല ഏട്ടാ, എന്ത് പറ്റി? അല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതാ. ആ ഓക്കെ രോഷന. ഹലോ ഭരതേട്ടാ. ആ കീർത്തി, ഇന്ന് ബാനുവിനെ കണ്ടിരുന്നോ? ഇല്ല ഏട്ടാ, ഇന്ന് അവളെ വിളിച്ചിട്ട് കിട്ടിയില്ല. എന്താ? ഒന്നുമില്ല, ഞാൻ ഓഫീസിലാ. ബാനുവിനെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ വിളിച്ചത്. ശരി ഏട്ടാ, അവളെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പറയാം. നീ ആരെയും എന്താ പറഞ്ഞേ? ഈശ്വര, പെണ്ണ് അങ്ങോട്ട് പോയതാ. ഭാവനേച്ചിയോട് അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞു. അന്നേരം അവള് പറയുന്നത് എന്നോട് വിഷമിക്കണ്ട, ഭാനു വന്നോളൂന്നാ. എന്നാലും ഇത്രയും ലേറ്റ് ആകുന്നെന്താ മനസ്സിലാവാത്തത്? ഭരതേ, നീ ഒന്ന് പോയി അന്വേഷിക്കുക. താമസിക്കും തോറും കൂടുതൽ ബുദ്ധിമുട്ടാവില്ലേ? അതെ ഭരത്തേട്ടാ, ഞാൻ പോയി അന്വേഷിക്കാം. നിങ്ങൾ ഒന്നുകൂടി ബാനേച്ചി വിളിച്ചോ. ശരി അമ്മേ, വിവരം വല്ലതും കിട്ടിയാ വിളിച്ച് പറയണേ. വണ്ടി എടുക്ക്. പാടോ. വിനോദേ സാർ, ഫോട്ടോ കയ്യിലുണ്ടല്ലോ? ഉണ്ട് സാർ. എല്ലാ കടകളും കയറി അന്വേഷിക്കണം. താൻ അങ്ങോട്ട് പോകാൻ അന്വേഷിക്കും. താൻ എൻ്റെ കൂടെ വാ. ഫോൺ എടുത്തോ. താൻ വിഷമിക്കാതിരിക്കെ, ഭാനുവിനൊന്നും സംഭവിക്കില്ല. അമ്മയെ ഞാൻ സമാധാനിപ്പിച്ചെങ്കിലും നേരം വൈകും തോറും എനിക്ക് പേടി തോന്നുക സൂര്യ. ജയേഷിനെ ഒന്ന് വിളിച്ച് ചോദിച്ചാലോ? അല്ല, ആദ്യം നമുക്ക് വീട്ടിലൊന്ന് പോവാം, എന്നിട്ട് തീരുമാനിക്കാം. ഞാൻ ഭരതനെ ഒന്ന് വിളിക്കാം. ആ ചേച്ചി. ആ ഭരത്തെ, നീ എവിടെയാ? ചേച്ചി, ഞാൻ ബാലുവിനെ അന്വേഷിച്ചോണ്ടിരിക്കുക ചേച്ചി. ചേച്ചി, ഞാൻ അവിടെ തിരക്ക് ലൈബ്രറി പോയിരുന്നു, അവിടെ ഇല്ല. ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോ അവരും കണ്ടില്ലെന്നാ പറഞ്ഞേ. എന്നാലും ഭരത്തെ അവൾ എവിടെ പോയി? അറിയില്ല ചേച്ചി. ചേച്ചി ഇപ്പൊ എവിടെയാ? ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ചേച്ചി, നേരെ എത്രയായിട്ടും ബാലുവിനെ കുറിച്ചൊരു വിവരമില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു കംപ്ലൈന്റ് കൊടുത്താലോ? കംപ്ലൈന്റ് ചെയ്യാൻ വരട്ടെ ഭരത്തെ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ശരി ചേച്ചി, എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി ശരി. അവന്റെ സംസാരത്തിൽ നല്ല വിഷമമുണ്ട്. അത് പിന്നെ കാണാതിരിക്കോ ഭാവന? ഭാനുവിന്റെ ഏത് കൂട്ടുകാരിയാണ് വന്നതെന്ന് അറിയാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്കും അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല സൂര്യ. ഇപ്പോ ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരിയാണെന്ന് അമ്മ പറഞ്ഞത്. എന്തായാലും നമുക്ക് അന്വേഷിക്കാം. അമ്മേ, ആ, ഉച്ചയ്ക്ക് അമ്മ ഒന്നും കഴിച്ചിട്ടില്ല, പാല് കുടിക്കുക. എനിക്കിപ്പോ ഒന്നും വേണ്ട. അവള് വരാതെ ഞാനൊന്നും കഴിക്കത്തില്ല. എന്താ അമ്മ അമ്മ ഇങ്ങനെ?
വെള്ളം പോലും കുടിക്കാതിരുന്നാൽ എങ്ങനെയാ? ഇനി തലചുറ്റൽ വല്ലതും ഉണ്ടായ പിന്നെ അറിയാലോ. വാങ്ങി കുടിക്കാം ആന്റി. അതിന് എനിക്കിത് കുടിച്ചാ ഇറങ്ങണ്ടേ കുഞ്ഞെ? ഇപ്പൊ വരാന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയവളാ അവള്. ഇതിപ്പോ നേരം സന്ധ്യ ആകാറായില്ലേ? ഭഗവാനെ, ഇത് എവിടെ പോയതാ ഇവള്? അമ്മേ, ആ, അമ്മേ, അവള് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ലെന്നേ. അമ്മ വിഷമിക്കാതെ അമ്മേ. പിന്നെ ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത്? ഉച്ച മുതലേ ഒരു തുള്ളി വെള്ളം പോലും അമ്മ കഴിച്ചിട്ടില്ല. എന്താ അമ്മ ഇത്? ആന്റി, നമ്മളൊന്നും കഴിക്കാതിരുന്ന ഭാനു തിരിച്ചു വരുമോ? വെറുതെ എന്തിനാ നമ്മളും കൂടെ രോഗിയായി മാറുന്നത്? അല്ല മോനെ, മനഃപൂർവ്വം അല്ല. എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നുന്നില്ലായിരുന്നു. ബാമ ആ വന്ന കൂട്ടുകാരെ പരിചയപ്പെട്ടായിരുന്നോ? ഇല്ല ചേച്ചി, അമ്മ അതിലുള്ള ഒരാളെ പരിചയപ്പെട്ടു. അവര് പോകുമ്പോഴാ ഞാൻ കാണുന്നത് തന്നെ. ആ, അതിലൊരു കുട്ടി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് നേരാണോ? അതെ ചേച്ചി, ഇപ്പോഴും എനിക്കതാ ചിന്ത. ആരാണ് ആ കുട്ടി? അവരെന്തിനാ ഭാനുവിനെ കാണാൻ വന്നതെന്ന്? വന്നവരുടെ ആരുടെങ്കിലും പേര് ചോദിച്ചായിരുന്നോ? ആ, ഭാനുവിന്റെ കൂടെ പഠിക്കുന്ന കുട്ടിയുടെ പേര് ശരണ്യാന്നെങ്ങാണ്ട പറഞ്ഞെന്ന് തോന്നുന്നു. അത് വ്യക്തമല്ലേ അമ്മേ? ഞാനത് അപ്പ കേട്ടതല്ലേ. ഇതിപ്പോ ഓർത്ത് വെക്കാൻ മാത്രം ഇങ്ങനെയൊക്കെ ആവുമെന്ന് എനിക്ക് വല്ലതും അറിയൂ? ഭാവന, ഭാനുവിനെ കാണാതായിട്ട് നേരെ ഉത്തരയായില്ലേ? നമുക്ക് ജയേഷിനോടൊന്ന് ചോദിച്ചാലോ? അത് അല്ല, ഇതിപ്പോ അത് അവരെയൊക്കെ അറിയിക്കണു മോനെ. അറിയിക്കാതിരിക്കുന്നതാണ് എന്റെ തെറ്റ്. ഭാവന, താൻ ജയേഷിനൊന്ന് വിളിച്ചു നോക്ക്. എന്നിട്ട് ഭാനുവിനെ ഒന്ന് കണ്ടിരുന്നോ ചോദിക്കും. വിളിച്ചു ചോദിക്കു ചേച്ചി, നമ്മളെ അറിയിക്കാതിരിക്കണ്ട. കിട്ടുന്നില്ല സൂര്യ. ഭാനുവിനെ ഒന്ന് വിളിച്ചേ. ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയാ പറയുന്നത്. ഭാനുവിനെയും കിട്ടുന്നില്ല, ജയേഷിനെയും കിട്ടുന്നില്ല. ഭാവന, തമ്പാ, നമുക്ക് അവന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. അല്ല, അത് ഇപ്പൊ വേണോ? ഇത് അവിടെ ചെന്നിപ്പോ ഭാനുവിനെ കാണാനില്ല എന്നൊക്കെ പറയുമ്പോ അവർ ഈ ഇളയമ്മ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കും. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അമ്മേ. അവര് പറഞ്ഞോട്ടെ. അവരോട് പോയി പറയാതിരിക്കുന്ന തെറ്റ്. അമ്മ ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങൾ പോയിട്ട് വരാം. ഭാവന, തമ്പാ.